കാർഷിക വാർത്തകൾ. ഇഞ്ചിക്ക് വില കിട്ടാനില്ല, കർഷകർക്ക് നിരാശ. മുതൽ മുടക്ക് പോലും തിരിച്ചു കിട്ടുന്നില്ലെന്ന് കർഷകർ. സീസണിൽ പോലും ഇഞ്ചി വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത്. ഇക്കൊല്ലം മുടക്കുമുതൽ പോലും കിട്ടാത്ത അവസ്ഥയാണെന്നാണ് കർഷകർ പറയുന്നത്. 60 കിലോഗ്രാം ചാക്കിന് 1300 മുതൽ 1350 രൂപയാണ് പരമാവധി വില. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 4 ഇരട്ടിയോളം വില ലഭിച്ചിരുന്നു. ഇഞ്ചിയുടെ നിറവും വലിപ്പവും അടിസ്ഥാനമാക്കിയാണ് വില നിർണ്ണയം. കറുത്ത മണ്ണിൽ നടുന്ന വിളയ്ക്ക് കറുപ്പ് നിറമുണ്ടാകും. മാർക്കറ്റിൽ ഈ ഇഞ്ചിക്ക് ഡിമാൻഡില്ല, വാങ്ങാനും ആളില്ല. വർഷങ്ങളോളം കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്തിരുന്ന ഒട്ടേറെ ചെറുകിട കർഷകർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം മെച്ചപ്പെട്ട വില ലഭിച്ചതിനാൽ കൃഷി ലാഭകരമായിരുന്നു. വിലയും കച്ചവടവും ഉറപ്പിച്ച ശേഷമാണ് കൂടുതൽ കൃഷിയുള്ളവർ വിള പറിക്കുക. ഇത്തവണ വേനൽ ശക്തമായതിനാൽ പച്ചയിഞ്ചി പാടെ നശിച്ച അവസ്ഥയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ കൊക്കോ വിപണികളിൽ എത്തിത്തുടങ്ങി. ഈസ്റ്ററിന് മുന്നോടിയായി വരവ് ഇനിയും കൂട്ടുമെന്ന പ്രതീക്ഷയിൽ വ്യാപാരികൾ. ചോക്ലേറ്റ് വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് ചുരുങ്ങിയതിനാൽ നിരക്ക് താഴ്ന്നാണ് ഇടപാടുകൾ നടക്കുന്നത്. ഉണക്ക കൊക്കോ കിലോ 2,50,300 രൂപയും പച്ചക്കായ 1,120 രൂപയുമാണ് വിപണി വില. വിളവ് ലഭ്യത കുറവിലും വില ഇടിഞ്ഞതിന്റെ ആഘാതത്തിലാണ് കൊക്കോ കർഷകർ. ഹൈറേഞ്ചിൽ നവംബർ മുതൽ ജനുവരി വരെ സീസൺ കാലമാണെങ്കിലും ഇക്കുറി ഉൽപാദനത്തിൽ ഗണ്യമായ ഇടിവാണുണ്ടായത്. വേനലിൽ ഇലകൾക്ക് മഞ്ഞളിപ്പ് ബാധിച്ചതിനു പിറകെ ചൂട് താങ്ങാനാകാതെ കായകൾ കൊഴിയുകയാണ്. ഉൽപാദനം സാധാരണ കുറവുള്ള ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ശരാശരി 300 കിലോ വരെ പച്ചക്കായ വിൽപ്പനയ്ക്കെത്താറുണ്ട്. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ നിലവിൽ വരവ് 100 കിലോ പോലും തികയുന്നില്ലെന്നാണ് റിപ്പോർട്ട്. കാലാവസ്ഥാ വ്യതിയാനം കായയുടെ ഗുണനിലവാരം കുറയാൻ കാരണമായിട്ടുണ്ട്. കട്ടപ്പന മാർക്കറ്റിൽ പച്ചക്കൊക്കോ കിലോഗ്രാമിന് 80 രൂപ, ഉണക്ക കൊക്കോ 300 രൂപ എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം നടന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ 800 രൂപ വരെ എത്തിയ വില പെട്ടെന്നിടിഞ്ഞതിന്റെ ആഘാതത്തിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യത്യസ്ത കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഗോതമ്പിനങ്ങളുടെ കൃഷി വിജയകരമായതായി കേന്ദ്ര കൃഷിവകുപ്പ്. ഇതുവരെ ഇത്തരം 114 വിത്തനങ്ങൾ വികസിപ്പിച്ചെടുത്തതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. റാബി സീസണിൽ ഗോതമ്പ് കൃഷിയുടെ 60%-ലധികവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ കൃഷി ചെയ്തതായി കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് താക്കൂർ അറിയിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടെ വ്യത്യസ്ത കാലാവസ്ഥകൾക്ക് അനുയോജ്യമായ 114 ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കീഴിലുള്ള ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്ട് വഴിയാണ് വിത്തിനങ്ങൾ വികസിപ്പിച്ചത്. 2024-25 കാലയളവിൽ രാജ്യത്ത് കൃഷി ചെയ്ത മൊത്തം ഗോതമ്പിന്റെ 60%-ലധികവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഇനങ്ങളാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും വിളവ് കുറയുമെന്ന് ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കരിഞ്ഞുണങ്ങിയ തോട്ടങ്ങളും വിലയിടിവും മൂലം നട്ടം തിരിഞ്ഞ ഏലം കർഷകർ. എന്നാൽ ഉൽപാദനക്കുറവ് വിലയിൽ പ്രതിഫലിക്കുന്നില്ലെന്ന പരാതി ശക്തം. ഏലക്കായ വില ഉയരാത്തതിനാൽ കർഷകർക്ക് ദുരിതം. കഴിഞ്ഞ വർഷത്തെ കൊടുംവരൾച്ചയിൽ ഏലത്തോട്ടങ്ങൾ വ്യാപകമായി ഉണങ്ങി നശിച്ചതിനു പുറമെയാണ് വിലയില്ലായ്മയും കർഷകരെ വലയ്ക്കുന്നത്. ഏതാനും ആഴ്ച മുമ്പ് 2,400-ലേക്ക് താഴ്ന്ന ഏലക്കായ വില കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ 2,804 ആയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ വരൾച്ചയിൽ വൻതോതിൽ കൃഷി നശിച്ചിട്ടും വിലയിൽ കാര്യമായ ഉയർച്ച ഉണ്ടാകാത്തത് കച്ചവട ലോബികളുടെ ഇടപെടൽ മൂലമാണെന്നാണ് കർഷകരുടെ പരാതി. ഏലക്കായയുടെ ഈ ലേലത്തിൽ ഗുണനിലവാരം കുറഞ്ഞ ഏലക്കായ തുടർച്ചയായി വിൽപ്പനയ്ക്ക് എത്തിച്ചെന്നും കർഷകർ ആരോപിക്കുന്നുണ്ട്. ഗുണനിലവാരം കൂടിയവ ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തിയ ശേഷം അവശേഷിക്കുന്നവയാണ് ലേലത്തിൽ എത്തിക്കുന്നതെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള പഴങ്ങളുടെ കയറ്റുമതിയിൽ 47.5% വർധന. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറുകളാണ് കയറ്റുമതി കൂട്ടാൻ കാരണം. UAE, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ പഴങ്ങളുടെ കയറ്റുമതിക്ക് നേട്ടമായി. UAE-യിലേക്ക് 27%, ഓസ്ട്രേലിയയിലേക്ക് 6% പഴക്കയറ്റുമതിയിൽ വർധന രേഖപ്പെടുത്തി. പഴങ്ങളുടെ കയറ്റുമതിയുടെ കാര്യത്തിൽ രാജ്യം കഴിഞ്ഞ 5 വർഷത്തിനിടെ 47.5% വർധനവാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പ്രധാന പഴങ്ങൾ മാമ്പഴം, മുന്തിരി, വാഴപ്പഴം, ആപ്പിൾ, പൈനാപ്പിൾ, മാതളനാരങ്ങ, തണ്ണിമത്തൻ എന്നിവയാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും പഴങ്ങളുടെ ഗുണനിലവാരം അന്താരാഷ്ട്ര നിലവാരത്തിലാണെന്നും കീടനാശിനി അളവ് വളരെ കുറവാണെന്നും വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽ മഴയിലും റബ്ബർ മേഖലയിലെ വരണ്ട കാലാവസ്ഥയ്ക്ക് മാറ്റമില്ല. വേനൽ മഴ ഇനിയും സജീവമായാൽ സ്റ്റോക്കിസ്റ്റുകൾ വിപണികളിൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽ മഴ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ലഭ്യമായെങ്കിലും റബ്ബർ മേഖലയിൽ വരണ്ട കാലാവസ്ഥ തുടരുകയാണ്.
കാർഷിക മേഖലയിലെ വൻകിട സ്റ്റോക്കുകൾ കഴിഞ്ഞ സീസണിലെ ചരക്ക് പൂർണ്ണമായി വിറ്റഴിച്ചിട്ടില്ല. ഉൽപാദക കേന്ദ്രങ്ങളിലെ ചെറുകിട വിപണികളിൽ ഷീറ്റും ലാറ്റക്സും കുറഞ്ഞ അളവിലാണ് വിൽപ്പന നടക്കുന്നത്. അതേസമയം വേനൽ മഴ തുടർന്നാൽ സ്റ്റോക്കിസ്റ്റുകൾ വിപണികളിൽ ഇടം പിടിക്കുമെന്നാണ് വ്യാപാര രംഗത്തുള്ളവരുടെ വിലയിരുത്തൽ. കൊച്ചിയിൽ 4ാം ഗ്രേഡ് കിലോ 206 രൂപയിൽ വ്യാപാരം നടന്നു. ഇതിനിടെ ഈസ്റ്റർ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ അടുത്ത വാരം മുതൽ ഷീറ്റും ലാറ്റക്സും വിൽപ്പനയ്ക്കിറക്കാൻ ഇടയുണ്ട്. വാരാന്ത്യമായതിനാൽ രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ ലാഭമെടുപ്പിന് മുൻതൂക്കം നൽകി. പെരുന്നാളിന്റെ ഭാഗമായി അടുത്ത വാരം തുടക്കത്തിൽ പല വിപണികളും സജീവമാകാൻ വൈകും. ഇത് വാങ്ങൽ താൽപര്യത്തെ ബാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് നാളികേര ഉൽപാദനത്തിൽ കനത്ത ഇടിവ്. ഉൽപാദനം സംബന്ധിച്ച് വ്യക്തമായ കണക്കെടുപ്പിന് പോലും കൃഷിവകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് പരാതി. നാളികേര ഉൽപാദനം കുറഞ്ഞതുമൂലം സംസ്ഥാനത്തെ കൊപ്രയാട്ട് മില്ലുകളുടെ പ്രവർത്തനം മന്ദഗതിയിലാണ്. വിളവെടുപ്പ് വേളയിലാണെങ്കിലും മില്ലുകളുടെ ആവശ്യാനുസരണം കൊപ്രയും പച്ചത്തേങ്ങയും ശേഖരിക്കാൻ വ്യവസായികൾ ക്ലേശിക്കുകയാണ്. കേരളത്തിൽ നാളികേര ഉൽപാദനം ഇക്കുറി 50% കുറഞ്ഞതായി വിലയിരുത്തുന്നു. എന്നാൽ ഉൽപാദനം സംബന്ധിച്ച് വ്യക്തമായ കണക്കെടുപ്പിന് പോലും സംസ്ഥാന കൃഷിവകുപ്പ് തയ്യാറായിട്ടില്ല. നാളികേര ഉൽപാദനം കുറയുമെന്ന കാര്യം മുന്നറിയിപ്പായി നൽകുന്നതിൽ കൃഷിവകുപ്പിന് സംഭവിച്ച പിഴവ് മൂലം ചെറുകിട നാളികേര കർഷകർക്ക് റെക്കോർഡ് വിലയുടെ ഗുണം ലഭിച്ചില്ല. വാരാന്ത്യം കൊപ്ര 17,300 രൂപയിലും വെളിച്ചെണ്ണ 25,900 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആയുർവേദ ഔഷധ നിർമ്മാണത്തിനുപയോഗിക്കുന്ന കാട്ടുപടവലത്തിന് ഡിമാൻഡേറുന്നു. കൃഷി ലാഭകരമെന്ന കർഷകർ കിലോയ്ക്ക് 210 രൂപ വരെ വില ലഭിക്കും. പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലാതെ കൃഷി ചെയ്യാവുന്ന വിളയാണ് കാട്ടുപടവലം. ഇപ്പോൾ കിട്ടുന്ന മികച്ച വില കർഷകന് ആശ്വാസമാണ്. മറയൂർ, കാന്തല്ലൂർ, വട്ടവട മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാട്ടുപടവലത്തിന് കിലോഗ്രാമിന് വനംവകുപ്പ് നൽകുന്നത് 210 രൂപയാണ്. വളം, കൃഷിനാശിനി പോലുള്ള ചെലവുകളില്ലാതെ തികച്ചും പ്രകൃതിദത്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഈ വില കർഷകന് സാമ്പത്തിക നേട്ടത്തിന് വഴിയൊരുക്കുന്നു. മറയൂർ, കാന്തല്ലൂർ മേഖലകളിലെ ആദിവാസി കുടിലുകളിലും മറ്റും നിന്ന് വനം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലേലകേന്ദ്രം ഇത്തവണ 2.75 ടൺ കാട്ടുപടവലമാണ് സംഭരിച്ചത്. ഇനിയും ഓർഡർ അനുസരിച്ച് സംഭരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ആയുർവേദ ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് കാട്ടുപടവലം. പാവൽ പടവലം പോലുള്ളവ കൃഷി ചെയ്യുന്ന തരത്തിൽ പന്തൽ കെട്ടിയും മരത്തിലും മൺതിട്ടയിലും പടർത്തിയുമാണ് കൃഷി ചെയ്യുന്നത്. മറ്റു വിളകളെ അപേക്ഷിച്ച് രോഗപ്രതിരോധ ശേഷിയുള്ള കാട്ടുപടവലം കൃഷി ചെയ്താൽ കർഷകന് കൈത്താങ്ങാണെന്ന് അനുഭവസമ്പന്നരായ കർഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.